ഞാൻ ഇന്നൊരു സൂപ്പർ ഹെൽത്തി നോൺ വെജ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. പാലക് ചിക്കൻ. നമുക്കറിയാം പാലക്ക് നല്ല ഹെൽത്തിയാണ്, ഒത്തിരി ന്യൂട്രിയൻസ് ഒക്കെ അതിലുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഈ പാലക്കിൻ്റെ തിക്ക് ഗ്രേവിയിൽ കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആയാലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒക്കെ കൂടെ ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. ഇനി അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു വലിയ സവോള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇത് വഴറ്റിയെടുക്കണം. ഇവിടെ ഞാൻ പാലക്ക് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചീര എടുക്കുക. ഇത് നമ്മൾ ബ്ലാൻഡ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 1 മിനിറ്റ് ഇത് ഇട്ട് വയ്ക്കുക. 1 മിനിറ്റിന് ശേഷം അത് എടുത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ന്യൂട്രിയൻസും അതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് നമുക്കിത് കിട്ടും. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം മസാലയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. എന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇതൊരു 750 ഗ്രാംസ് ചിക്കൻ ഉണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങും. നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ബ്ലാൻഡ് ചെയ്ത് അരച്ചു വെച്ച പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാലക്ക് ചേർത്തതിന് ശേഷം ഒരിക്കലും അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത്, അതിൻ്റെ കളറൊക്കെ പോവും. അതുകൊണ്ട് നമ്മൾ തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ചിക്കനൊക്കെ 95% കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയാവും. ഉപ്പ് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല തിക്ക് ഗ്രേവിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചീര കഴിക്കാനായിട്ട് മടിയുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ പറ്റിയൊരു ഡിഷാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്